ബിഷപ്പേ, ഇതൊക്കെ ആരോടാണ് ചോദിക്കുന്നത്? പറയേണ്ടുന്ന കാര്യങ്ങൾ പറയേണ്ടുന്ന വിധത്തിൽ ഗ്രേസ്ഫുള്ളായി ധൈര്യത്തോടെ ബന്ധപ്പെട്ടവരോട് പറയാൻ നമുക്ക് കഴിയണം. ആ ഡൽഹിയിൽ സമ്മേളിച്ചപ്പോഴും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പ്രസംഗമധ്യേ പറയാമായിരുന്നു, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഗാദറിംഗ്, അവർ PM ഈസ് വിത്ത് us, ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്, ബട്ട് അവർ ഹാർട്ട് ഈസ് ബേണിംഗ്. അവരെന്നെ പറയാഞ്ഞത് എന്നുള്ള ചോദ്യം ഇന്ന് സമൂഹം ഉന്നയിക്കുകയാണ്. തമ്മിൽ കണ്ടുകൂടാത്ത കൂദാശ കുർബാന തൊപ്പിത്തൊഴിലാളികൾക്ക് ഇന്ന് നിലനിൽപ്പിനായി പല പല സംഘടനകളുണ്ട്. ഇവരെല്ലാവരും കച്ചവടമടിക്കുന്നത് ഒരേ ക്രിസ്തുവിനെയാണെങ്കിലും ഒരുത്തൻ ചക്കെന്ന് പറഞ്ഞാൽ മറ്റവൻ ചുക്കെന്ന് പറയും. അത്ര സ്വരച്ചേർച്ചയില്ലായ്മയാണ് ഇവരുടെ ഇടയിൽ. അമേദ്യം വേണ്ടാത്ത പട്ടിയില്ല എന്ന് പണ്ടൊരു പ്രവാചകൻ പറഞ്ഞതുപോലെ ബിഷപ്പന്മാരെ വേണ്ടാത്ത ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയും ഇല്ല ഇന്ന് രാജ്യത്ത്. നായി പോയിട്ടൊരു കാര്യവുമില്ല, നായ്ക്കൊട്ടിരിക്കുവാൻ നേരവുമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇവരുടെ കാര്യം. ആത്മീയമായി ഇവർക്കിന്ന് ശോഭിക്കുവാൻ കഴിയാത്തത് കൊണ്ടാവണം വർഗീയപരമായ പ്രസ്താവനകൾ ഇറക്കി മാധ്യമ ശ്രദ്ധ ആകർഷിക്കുന്നതാണ് ഇന്ന് ഇവറ്റകളുടെ ഒരു രീതി. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് ക്രിസ്തുമസ് സംഗമത്തിന് പോയ ബിഷപ്പന്മാർ മണിപ്പൂർ വിഷയം പരാമർശിക്കാത്തതിനെക്കുറിച്ച് വായി തുറന്നാൽ ചൊറിയുന്ന വർത്തമാനം മാത്രം പറയുന്ന യാതൊരു സംസ്കാരവുമില്ലാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ വിവാദ പരാമർശങ്ങൾ കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്നലെ, അതായത് ജനുവരി 3-ന് മാർത്തോമാ സമുദായത്തിൻ്റെ അമേരിക്കൻ ബ്രാഞ്ചിൻ്റെ ചുമതലയുള്ള എബ്രഹാം പൗലോസ് മെത്രാൻ നടത്തിയ ഒരു പരാമർശം കാണുക. അടൂർ ഭദ്രാസനത്തിൻ്റെ കൺവെൻഷനിൽ വെച്ചായിരുന്നു ബിഷപ്പ് ഈ പ്രസ്താവന നടത്തിയത്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെ സങ്കീർണമായ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മെക്കൊണ്ടുള്ള ദൈവോദ്ദേശം ജനങ്ങളെ പണിയുക എന്നുള്ളതാണ്. നമ്മുടെ ജനങ്ങളെ പണിയുക അത് നമ്മുടെ ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ജനം ദൈവത്തിൻ്റേതാണ്. അവരെല്ലാം ദൈവജനമാണ്. ആ ദൈവജനത്തെ പണിയുക, ആ പണിയലിന് വേണ്ടിയിട്ടുള്ള പണിയലല്ലാതെ ഒന്നും ഉണ്ടാവരുത് എന്ന് ഹൃദയം കൊണ്ട് ശഠിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് മോണുമെൻ്റ് അരുത് എന്ന് ഞാൻ എപ്പോഴും ശഠിക്കുന്നത്, പേര് കൊത്തിവെക്കരുത് എന്ന് ശഠിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ദൈവജനത്തെ പണിയുന്നതിൽ അനുബന്ധമായി ചേർന്ന് വരുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ ദൈവം അവകാശം തന്നിട്ടുള്ളൂ. അല്ലാതെ ഉള്ളതൊന്നും ദൈവപ്രസാദത്തിൻ്റെ മേഖലയല്ല എന്ന് നാം തിരിച്ചറിയണം. ഈ 1-ാം തീയതിയും ഈ ഭാരതഭൂമിയിൽ രക്തം വീണിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മുന്നിലേക്കുള്ളത് എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. മണിപ്പൂരിനെയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. നിശ്ചയമായും അവിടെയുള്ള ജനങ്ങളുടെ വേദന. അവിടുന്ന് കുറേ കുഞ്ഞുങ്ങൾ നമ്മുടെ നിക്കോൾസണിൽ വന്ന് പഠിക്കുന്നുണ്ട്. അടുത്തിടയിൽ അവർ അടൂർ വന്ന ഇമ്മാനുവൽ പള്ളിയിൽ പാടി എല്ലാ ദുഃഖങ്ങളും വേദനയും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ജോയ് ടു ദ വേൾഡ് എന്നവർ പാടിയത് എത്രയോ ഹൃദ്യതരമായിരുന്നു. ഞാൻ എൻ്റെ വലിയ താല്പര്യം നിങ്ങളോട് പറയുകയാണ്. പുത്രപുരുത്ത തിരുമേനിയുടെ 2 നാൾ മുമ്പ് ഞാൻ പറഞ്ഞു, അടുത്ത അധ്യയന വർഷം കുറച്ച് കുഞ്ഞുങ്ങളെ നമ്മുടെ ഈ ഭദ്രാസനത്തിൽ കൊണ്ടുവന്ന് കലയപുരത്ത് താമസിപ്പിച്ച് ഉള്ള സൗകര്യം വർദ്ധിപ്പിച്ച് അവരെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. തിരുമേനിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. നിശ്ചയമായും വേദനിക്കുന്നവരുടെ വേദനയിൽ പങ്കുചേരുവാൻ നമുക്ക് ഇടയായിത്തരണം. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരം നടക്കുമ്പോൾ അതിനെതിരെ ധൈര്യത്തോടുകൂടെ വിരൽ ചൂണ്ടുവാൻ നമ്മൾ മറന്നുപോകുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലൂടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഡൽഹിയിൽ നടന്ന വിരുന്നിനെക്കുറിച്ചുള്ള വലിയ പ്രത്യാരോപണങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നാമ്പുറത്ത് നാം വായിച്ചെടുക്കേണ്ടുന്നത് പറയേണ്ടുന്ന കാര്യങ്ങൾ പറയേണ്ടുന്ന വിധത്തിൽ ഗ്രേസ്ഫുള്ളായി ധൈര്യത്തോടെ ബന്ധപ്പെട്ടവരോട് പറയാൻ നമുക്ക് കഴിയണം. ആ ഡൽഹിയിൽ സമ്മേളിച്ചപ്പോഴും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പ്രസംഗമധ്യേ പറയാമായിരുന്നു, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഗാദറിംഗ്, അവർ PM ഈസ് വിത്ത് us, ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്, ബട്ട് അവർ ഹാർട്ട് ഈസ് ബേണിംഗ്. അവരെന്നെ പറയാഞ്ഞത് എന്നുള്ള ചോദ്യം ഇന്ന് സമൂഹം ഉന്നയിക്കുകയാണ്. കാരണം ഈ ഒരു വംശം മുഴുവൻ വംശഹത്യ പോലെ നഷ്ടപ്പെടുമ്പോൾ, മണിപ്പൂരിലെ ജനങ്ങൾ അവരെ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ നാവടങ്ങിപ്പോയെങ്കിൽ നിശ്ചയമായും നമ്മൾ സൗകര്യാർത്ഥം നമ്മൾ കോംപ്രമൈസ് ചെയ്യുകയാണ്. അതിൽ നിന്ന് സഭ വിട്ടുനിൽക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിമതം. നിശ്ചയമായും ഭാരതത്തിൻ്റെ തിരുത്തൽ ശക്തിയായി ക്രൈസ്തവ സമൂഹം, വിശ്വാസ സമൂഹം ബൈ ആൻഡ് ലാർജ് നിൽക്കേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ന് നാം ശബ്ദിച്ചില്ല എന്ന് വരികിൽ ഒരിക്കലും ശബ്ദിക്കേണ്ടി വരികയില്ല. അങ്ങനെ ഒരു നാള് ഉണ്ടാകാതിരിക്കട്ടെ. ബിഷപ്പേ, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. പക്ഷേ ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്,
മാർത്തോമാ സഭയെ പ്രതിനിധീകരിച്ച് നിങ്ങളുടെ തിയോഡോഷ്യസ് മെത്രാപ്പോലിത്തയ്ക്ക് ഇക്കാര്യം ചെന്ന് പറയാൻ പാടില്ലായിരുന്നു? അല്ലെങ്കിൽ നിങ്ങളുടെ സഭയെ പ്രതിനിധീകരിച്ച ഡെലിഗേറ്റുകൾക്ക് ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ പറ്റില്ലായിരുന്നു? അതൊന്നും ചെയ്യാതെ ഇങ്ങ് പത്തനംതിട്ടയിൽ കുറേ അപ്പാവി പെണ്ണുങ്ങളുടെ മുന്നിൽ നിന്ന് ഇതൊക്കെ ചോദിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ ബിഷപ്പേ? നിങ്ങൾ ബിഷപ്പന്മാർക്ക് നട്ടല് നിവർത്തി നിന്ന് ഇന്ന് ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ചോദിക്കുവാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉടായ്പ് FCRA അക്കൗണ്ടുകൾ മോദി സർക്കാർ ഫ്രീസ് ചെയ്ത് കളഞ്ഞത്? സത്ന പോലെയുള്ള സ്ഥലങ്ങളിൽ നടന്ന തീവട്ടിക്കൊള്ളകൾ അന്വേഷിച്ചാൽ നിങ്ങളുടെ ഏതൊക്കെ ബിഷപ്പന്മാർ അകത്താകും? പുലാത്തിനിൽ ഇടി കയറുന്നിറങ്ങിയാൽ എങ്ങനെയുണ്ടാവും? ഇത് പേടിച്ചിട്ടാണ് തിയോഡോഷ്യസ് വാതുറക്കാത്തത്. ഇതുപോലെ തന്നെയാണ് മറ്റ് സഭകളിലെ ബിഷപ്പന്മാരും. നിങ്ങൾ അമേരിക്കയിലായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് വണ്ടി വിടാം, പക്ഷേ മറ്റുള്ളവരുടെ കാര്യം അതുപോലെയാണോ? അതുകൊണ്ട് പൗലോസ് ബിഷപ്പ് നല്ലവനാണ്, കൈകൾ സംശുദ്ധമാണ് എന്നുണ്ടെങ്കിൽ മോദിജിയുടെ ഒരു അപ്പോയിൻമെൻറ്റ് പോയി എടുത്ത് നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുക. അല്ലാതെ ഇതുപോലെ കുപ്പായമിട്ട് അന്തംഗമ്മികൾക്ക് ഒരുമാതിരി അടുക്കളപ്പണി ചെയ്യരുത്. അത്രേ പറയാനുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.